20 നവംബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ശ്രീനഗർ സെറ്റ് ഫോർ എ 980 crore മേക്ക് ഓവർ. സൈക്ലിംഗ് ട്രാക്സ്, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി പാത്വേസ് ആൻഡ് മാർക്കറ്റ്സ്, സ്ട്രീംലൈൻ ട്രാഫിക് സിസ്റ്റം വിൽ ബി ഇൻ പ്ലേസ് ഇൻ 6 months അണ്ടർ ദ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്. അപ്പോൾ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 980 crore ഒരു മേക്ക് ഓവറിന് ഒരുങ്ങുകയാണ് ശ്രീനഗർ. അപ്പോൾ ശ്രീനഗർ സിറ്റിയിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് വരുന്നത്. അണ്ടർ ദ 980 crore ശ്രീനഗർ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ശ്രീനഗറിനെ വാട്ടർ ബോഡീസ്, മുഗൾ ഇറ ഗാർഡൻസ് ഉണ്ട്, അതുപോലെ ബ്രിട്ടീഷ് ഇറ ബംഗ്ലാവ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇൻക്ലൂഡിംഗ് ബെറ്റർ അർബൻ മൊബിലിറ്റി, വാട്ടർ ട്രാൻസ്പോർട്ട്, കൺസർവേഷൻ ഓഫ് ഹെറിറ്റേജ് സൈറ്റ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി പാത്വേസ് ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ എല്ലാ രീതിയിലും ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഒരുങ്ങുന്നത്. 980 കോടിയാണ് അതിന് ശ്രീനഗറിന് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്തത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. സ്ട്രാറ്റജീസ് നീഡഡ് ടു ടാക്കിൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഡോക്ടേഴ്സ്. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പൊതുവേ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള യൂസേജ് ഏതിൻ്റെ ആൻറ്റിബയോട്ടിക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതായത് വ്യാപകമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ മൈക്രോബ്സിൻ്റെ ഇടയിൽ തന്നെ അതിനൊരു റെസിസ്റ്റൻസ് വരും, അത് ഏൽക്കാതാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് പിന്നെ രോഗത്തിന് ഭേദമാകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാതാവും. അതാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WHO ഇതുപോലെ ഒരു മെഷർ കൊണ്ടുവന്നിരുന്നു. ആക്സസ്, വാച്ച്, റിസർവ് എന്ന് പറഞ്ഞ 3 ക്രൈറ്റീരിയ, അതായത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആക്സസിൻ്റെ കീഴിലുള്ള ആൻറ്റിബയോട്ടിക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാച്ച് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൻറ്റിബയോട്ടിക്സിനെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പക്ഷേ റിസർവ് എന്ന് പറയുന്ന സെക്ഷനിലുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഫക്റ്റീവ് ആവാതിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ സാധനം ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ പിന്നെ ഒരു കാരണവശാലും ഈ പറഞ്ഞ മൈക്രോബ്സിനെ നമുക്ക് കൊല്ലാൻ കഴിയില്ല ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച്. അതാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ന്യൂസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. റെഡ് ലൈൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പണ്ടുണ്ടായ ഒരു ക്യാമ്പയിനും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സിൽവർ ലൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ലെഫ്റ്റ് ലീഡേഴ്സ് സേ കേരള ഹാസ് നോ പ്ലാൻസ് ടു ഡ്രോപ്പ് സിൽവർ ലൈൻ പ്രോജക്റ്റ്. അപ്പോൾ കേരളത്തിന് സിൽവർ ലൈൻ പ്രോജക്ട്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ, അല്ലാതെ ഡ്രോപ്പ് ചെയ്യാൻ പ്ലാനില്ല എന്നാണ് പറയുന്നത്. CPM സ്റ്റേറ്റ് സെക്രട്ടറി സേസ് project is conceived foreseeing the development of Kerala for the next 50 years. Assures people that the semi-high speed railway project will be implemented as soon as the approval of the center is received. സെൻറ്ററിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പരിപാടികൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് ഓൺ ട്രാക്ക് തന്നെയാണ് എന്നാണ് ഇൻഫർമേഷൻസ് പറയുന്നത്. 67% ഡ്രോപ്പ് ഇൻ PM കിസാൻ പേ ഔട്ട് ഇൻ 3 years. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. PM കിസാൻ സ്കീം എന്തുമായി റിലേറ്റഡ് ആണ്? അഗ്രികൾച്ചറുമായി റിലേറ്റഡ് ആണ്. അതിൻ്റെ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ്. കർഷകർക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ് PM കിസാൻ സ്കീം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് കുറഞ്ഞു എന്നാണ് ന്യൂസ്. ദ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ഓഫ് സ്കീം കെയിം ഡൗൺ ഫ്രം 11.84 crore to 3.87 crore എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു RTI ഫയലിങ്ങുമായി ബന്ധപ്പെട്ട് കിട്ടിയൊരു ന്യൂസാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്നുള്ളതിന് കൃത്യമായിട്ടൊരു വ്യക്തത സെൻറ്റർ വരുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഫ്രോഡായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ട്രാൻസ്ഫറായി പോകുന്നതാണ്. അപ്പോൾ സെൻറ്റർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊരു നോ ഫ്രോഡ് ബെനിഫിഷ്യറി, അങ്ങനെയൊരു ഫ്രോഡായിട്ടുള്ള ബെനിഫിഷ്യറീസിനൊന്നും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴി പൈസ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എറർ ഫ്രീ ഡാറ്റയാണ് ഫാർമേഴ്സിൻ്റെ കളക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്സിൻ്റെ എന്നാണ് പറയുന്നത്. എല്ലാ ബെനിഫിഷ്യറീസും അർഹരായവരാണ് എന്നാണ് പറയുന്നത്. സ്പോർട്സ് ന്യൂസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് 2022 ഫുട്ബോൾ FIFA വേൾഡ് കപ്പ് ഇന്ന് തുടങ്ങുകയാണ്. ഇക്വഡോറും ഖത്തറുമായിട്ടാണ് മത്സരം. ഖത്തറാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അറബ് കൺട്രി ടു ഹോസ്റ്റ് ദി വേൾഡ് കപ്പാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദി വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, സി യു.